ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അത് 4 ബാറിൻ്റെ അകത്ത് ഒരു സൈഡിൽ ടോർക്ക് കണ്ടുപിടിക്കുന്നത് പക്കായല്ലേ? അത് ഒന്ന് ശരിക്കും പക്ക ആക്കിയിട്ട് നിങ്ങൾ നോക്കുക. സിമ്പിളാണ് ഇത്. ഇപ്പം അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് കാണുക, അത് മെയിനാണ്. അത് ശരിക്കും നോക്കിയേച്ച് ഇതിലേക്ക് വരിക. ഇതിൽ ചെയ്യുമ്പം ഡൗട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 6 ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 6 ക്വസ്റ്റ്യൻ പേപ്പറിലും സിലബസും കൂടെ ചേർത്തുള്ള 6 ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഈ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. അത് അങ്ങനെയാണ്. ഇത് കാണാപ്പാടം അങ്ങനെ പഠിച്ചിട്ട് പോയി അങ്ങനെ എഴുതി വെച്ചാൽ പോലും അതിനുള്ള മാർക്ക് കിട്ടും. ഓക്കെ, ശരി. ഇപ്പോൾ പറയാം. പിന്നെ അതിന് മുന്നേ ഞാൻ ഇതൊന്ന് റിമൈൻഡ് ചെയ്യുക. ഇതാണ് മറ്റേ ഫസ്റ്റ് ക്വസ്റ്റ്യന്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതൊന്നും വേണ്ട, നിങ്ങൾ ഈ ഒരു സാധനം മാത്രം എടുക്കുക. ഓക്കെ, കോൺഫിഗറേഷൻ ഡയഗ്രാം അതാണ് ഒന്നാമത്തത്. അതിനുശേഷം കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കുക. അതിനുശേഷം എന്തോന്ന് ചെയ്യണം? ഫോഴ്സ് എല്ലാം മാർക്ക് ചെയ്യണം. ഫോഴ്സ് എല്ലാം മാർക്ക് ചെയ്യുക. ഫോഴ്സ് എല്ലാം മാർക്ക് ചെയ്തിട്ട് മിനിമം ഫോഴ്സ് ആയിട്ടുള്ളതിനെ എന്ത് ചെയ്യണം? എടുക്കണം. അതിനെ എടുത്ത് വെക്കണം. ഓക്കെ, അതിനുശേഷം എന്തോന്ന് ചെയ്യണം? ഫ്രീ ബോഡി ഡയഗ്രാം. അതിൻ്റെ അകത്ത് ആദ്യം എന്തിനാണ് വരയ്ക്കേണ്ടത്? നമ്മൾ മിനിമം ഫോഴ്സ് എടുത്ത് വെച്ചിട്ടില്ലേ, അതിനെടുത്ത് വരയ്ക്കണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് അത് ഇന്നതിന് പേര് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അടുത്ത ഇതിലേക്ക് പോകണം. അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സ് ഏതാണോ ആ ലിങ്കിലേക്ക് പോകണം. അതിനെ വരയ്ക്കണം. അതിനെ വരച്ചതിന് ശേഷം അത് വെച്ചിട്ട് അതിനെ വെക്ടർ ഡയഗ്രാം വരയ്ക്കണം. വെക്ടർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മൈൻഡിൽ വരണം. ഫോഴ്സ് വരച്ചതിന് ശേഷം അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫോഴ്സ് ചെയ്ത് 2 ഫോഴ്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് സ്കെയിൽ ചെയ്ത് ഇൻറ്റു ചെയ്ത് എഴുതുമല്ലോ. ഓക്കെ, അത് ചെയ്തതിന് ശേഷം ടോർക്കിൻ്റെ സൈഡിലേക്ക് വരണം. ടോർക്കിൻ്റെ സൈഡിൽ വന്നിട്ട് നമ്മൾ എന്തോന്ന് ചെയ്യണം? ഇക്വേഷനും ഇട്ട് എച്ചും കണ്ടുപിടിച്ച് ചെയ്ത് കഴിയുമ്പം കപ്പിളും ടോർക്കും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് നമ്മൾ 4 ബാറിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ലൈഡർ ക്രാങ്ക് ആണെങ്കിൽ ആ ഒരു ചെറിയ വ്യത്യാസം എന്തുവാ എന്നുള്ളത് നോക്കാം. ചോദ്യം എന്താണ്? എ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം വിത്ത് ദ ഫോളോയിങ് ഡയമെൻഷൻസ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ ഫോഴ്സ് ഓഫ് എഫ്. ഇത് ഞാനൊരു 20 ആയിട്ട് എടുക്കാം. 20 ന്യൂട്ടൺ എടുക്കുക. ആദ്യമേ കിലോ ന്യൂട്ടൺ എന്നൊന്നും പറയുന്നില്ല. 20 ന്യൂട്ടൺ ഓൺ പിസ്റ്റൺ ആസ് ഷോൺ ഇൻ ഫിഗർ OA. OA എന്ന് പറയുന്നത് 100 mm ആണ്. AB എന്ന് പറയുന്നത് 450 mm ആണ്. ഡിറ്റർമൈൻ ദ ഇൻപുട്ട് ടോർക്ക് T ഓൺ ദ ലിങ്ക് OA ഫോർ ദ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഓഫ് ഗിവൺ ഡേറ്റ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ടോർക്ക്, ഇതിൻ്റെ ടോർക്ക് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ശരി, അപ്പോൾ ഇങ്ങനെ വരാനായിട്ട് ആദ്യം എന്തോന്ന് ചെയ്യുക? കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കുക. അപ്പം ആദ്യം ഒരു മിനിറ്റ്, ഇത് മോഡ്യൂൾ 4 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ സ്ലൈഡർ ക്രാങ്കിൻ്റെ. ഓക്കെ, ഡെമോ ക്വസ്റ്റ്യൻ ആണ്. അല്ല, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് സ്ലൈഡർ ക്രാങ്കിൻ്റെ ക്വസ്റ്റ്യൻ. ശരി. അപ്പം സ്കെയില് 1 സെൻറ്റിമീറ്റർ. കോൺഫിഗറേഷൻ ഡയഗ്രാം ആണ് ആദ്യം വരയ്ക്കേണ്ടത്. സ്കെയില് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര എടുത്തു? 100 mm എന്ന് പറഞ്ഞെടുത്തു. അപ്പം ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, 100 mm എന്ന് പറഞ്ഞെടുത്തു. ഇനിയിപ്പോൾ ആദ്യം ഞാൻ ഏത് വരയ്ക്കും? ഇത് വരയ്ക്കാൻ തന്നിട്ടില്ല. ഇത് തന്നാലും തന്നില്ലേലും എന്ത് ചെയ്യുക എന്നറിയാമോ? കോൺഫിഗറേഷൻ ഡയഗ്രാം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു ഹോറിസോണ്ടൽ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ലൈൻ ഓഫ് ആക്ഷൻ പോലെ ചെറുതായിട്ട് ഇങ്ങനെ വിട്ടേക്കുക. ഓക്കെ, ശരി. ഇനിയിപ്പോൾ എന്നിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെ എടുത്തു. ഇതിന് ഞാനിപ്പോൾ O ആയിട്ട് എടുക്കുക. അപ്പോൾ ഈ OEന്ന് ഞാൻ എന്തൊന്ന് ചെയ്യണം? 120 ഡിഗ്രി. 120 ഡിഗ്രി ഇങ്ങോട്ടേക്ക് വെച്ചു. സ്കെയില് ഞാനൊരു 50 mm എടുക്കാം. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 50 എന്ന് പറയുമ്പോൾ 2 ആയിട്ട് വരും. 2 സെൻറ്റിമീറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനിങ്ങനെ എടുത്തു, ഇത് വെച്ചു, 5 വെച്ചു, എന്നിട്ട് 2 സെൻറ്റിമീറ്റർ എടുത്ത് വെച്ചു. അപ്പോൾ ഇതൊന്നാണ് A. എത്ര mm? 100 mm. ഓക്കെ, ഇനിയിപ്പം ഇവിടെ ടോർക്കുണ്ട് T. ഇതെത്ര ഡിഗ്രി? 120 ഡിഗ്രി. ഇത്ര ഓക്കെ അല്ലേ? ഈ സൈഡിൽ തന്നിരിക്കുന്ന അങ്ങനെ നമ്മൾ കൊടുത്തു. ഇനിയിപ്പം 450 ഡിവൈഡഡ് ബൈ 50 ചെയ്യുക. 450 ഡിവൈഡഡ് ബൈ 50 എല്ലാം നമ്മൾ സ്കെയിലുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 9 സെൻറ്റിമീറ്റർ. അപ്പം ഞാൻ കോമ്പസ് എടുത്തു. കോമ്പസിൽ 9 സെൻറ്റിമീറ്റർ എടുത്തു. ഓക്കെ, എയിൽ വെച്ചിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ഈ കിട്ടിയ പോയിൻ്റാണ് എനിക്ക് താഴെ O, മണ്ടയ്ക്ക് B അങ്ങനെ വരും. ഇത് B എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതും കൂടെ കൂട്ടി വരച്ചു. അപ്പോൾ എനിക്ക് കിട്ടി. ഇതാണ് എന്തോന്ന്? B. ഇനിയിപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെ ഇരിക്കാം. ഏതായാലും ഇവിടെ ഒരു സാധനം വേണം.
ഇതിങ്ങനെ നീട്ടണം. കാരണം എന്താണെന്നാണ് ഇവിടെ ഒരു അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്. കണ്ട ഈ അപ്ലൈഡ് ഫോഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനിങ്ങനെ ആരോ കൊടുത്തു. F=20 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ പേര് കൊടുക്കണം. അതിന് മുന്നേ ബോക്സ് ഇട്ടേക്കാം. ബോക്സ് ചുമ്മാ കൈയും കൊണ്ട് വരയ്ക്കല്, ഇതും കൊണ്ട് തന്നെ വരയ്ക്കണം. ഒരു വൃത്തിയിരിക്കണം, പേരും കൊണ്ട് തന്നെ വരയ്ക്കണം. അപ്പോൾ ഇത് വരച്ചു. ഇനി പുല്ല് മാർക്ക് ചെയ്യണം. ഒന്ന് ഇതിങ്ങനെ കൊടുത്തു, ഇതിങ്ങനെ കൊടുത്തു. ഇനി എന്തോന്നാണ് അതുപോലെ ഇവിടെ ഒരു കൊളുത്തിങ്ങനെ ഇട്ട് പുല്ലിങ്ങനെ കൊടുത്തു. അപ്പോൾ ഇത് ഇനി ഇതിൻ്റെ താഴെ ഇരിക്കുന്നത് O, എന്നിട്ട് ഇത് വന്നിട്ട് B, ഇത് B. ഇങ്ങനെ വേണം മാർക്ക്. ഇനി മാർക്ക് ചെയ്യുന്നൊക്കെ ശ്രദ്ധിച്ചു വേണം. ഓക്കെ, ഇതിങ്ങനെ കൊടുത്തു 120 ഡിഗ്രി. ഇത് 450 mm ആണെന്നുള്ളത്, 450 mm. ഓക്കെ, അപ്പം തന്നിരിക്കുന്ന എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം കോൺഫിഗറേഷൻ ഡയഗ്രാം കഴിഞ്ഞില്ലേ? ഇനി എന്താണ്? ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഫോഴ്സ് മാർക്ക് ചെയ്യണം. ഞാൻ ഫോഴ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടി സ്ലൈഡർ ക്രാങ്കിൻ്റെ കാര്യം അറിയാമല്ലോ. നമ്മളിപ്പോൾ എല്ലാ മൊഡ്യൂളും കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് ഒരു ലിങ്ക്, ഇത് രണ്ടാമത്തെ ലിങ്ക്, ഇത് മൂന്നാമത്തെ ലിങ്ക്. ഇതോ ഈ ഒരു ഇതിനെ നിങ്ങൾക്ക് വിചാരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു ലൈനിനെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഇതിനെ നാലാമത്തെ ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, 1, 2, 3, 4. ഇപ്പം 4 ലിങ്ക് നമ്മൾ വരച്ചല്ലോ. ഇനിയിപ്പം നമുക്ക് കൊടുക്കാം. ഇവിടെ എന്തെങ്കിലും ഫോഴ്സ് എഴുതണോ? വേണ്ട. കാരണം എന്താണ്? ഇത് ഫിക്സഡ് ആണ്, ഫോഴ്സ് വേണ്ട. ഇവിടെ ഫോഴ്സ് നമുക്ക് എഴുതാം. രണ്ടും ഒന്നുമുണ്ട്. അയൽവക്കത്തെ എഴുതിയിട്ട് നമ്മുടെ എഴുതണം. F12 അയൽവക്കത്തെ എഴുതിയിട്ട് നമ്മുടെ എഴുതണം. F32. ഇപ്പം 3 നിന്നിട്ട് നോക്കുക. ഇപ്പുറത്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? F2 എഴുതിയിട്ട് 3. ഇവിടെ എഴുതുമ്പോൾ F4 എഴുതിയിട്ട് നമ്മുടെ 3. ഇനിയിപ്പോൾ ഇവിടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടൊന്നും അടിക്കണ്ട. ഇങ്ങനെ 4 ഇപ്പോൾ ഇതിനെ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് 4 ആയിട്ട് കൊടുത്തില്ലേ? ഇപ്പോൾ സാധാരണ അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതും? മണ്ടയ്ക്ക് താഴെയല്ലേ എഴുതത്തുള്ളൂ. അതുപോലെ ഇതിനും മണ്ടയ്ക്ക് താഴെയായിട്ടുള്ള രീതിയിൽ എഴുതുക. അപ്പോൾ ഇതെങ്ങനെ എഴുതും? F3 4. ഇതെങ്ങനെ എഴുതും? F1 4 എന്നുള്ള രീതിയിൽ തന്നെ എഴുതുക. സ്ലൈഡർക്ക് അങ്ങനെ എപ്പോഴും ഇവിടെ ഏതാണോ ഫിക്സഡ് അത് ആ പേര് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. ഇപ്പോൾ O എന്ന് പറഞ്ഞ് കൊടുത്തു, A പിന്നെ B എന്ന് പറഞ്ഞ് ഈ പോയിന്റ് അങ്ങനെയുള്ള രീതിയിൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് നാലാമത്തെ ലിങ്കായിട്ട് കൺസിഡർ ചെയ്തു. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 1, 2, 3, 4 സ്ലൈഡർ ക്രാങ്കിനെ നമ്മൾ ഒരുപാട് പഠിച്ചു. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് എല്ലാ കണക്കിലും ഇടുന്നത്. അപ്പോൾ അതിനങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. കൺഫ്യൂഷൻ ഇല്ലെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് F12 അത് ബാക്കി ചെയ്യുന്ന പോലെ തന്നെ 4 ബാറിനെ ചെയ്ത പോലെ തന്നെ ഇതും അതുപോലെ തന്നെ. ഇവിടെ വരാൻ നേരത്ത് നിങ്ങൾ ഇതിനെ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിനെ നിങ്ങളൊരു ലൈനായിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് അതിനെ മണ്ടയ്ക്ക് F34 താഴെ F14 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് തോന്നും. ഇതിനെ ഒരു ലിങ്ക് ആയിരുന്നുള്ള രീതിയിൽ വിചാരിച്ചോ. പക്ഷെ ആക്ച്വലി ഇതല്ല, ഇതാണ് ഇവിടുത്തെ പോയിന്റ്. ഈ പോയിന്റിൽ ഇത് വരുന്ന പോലെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ശരി, ഇനിയിപ്പോൾ എന്നാ മിനിമം ഫോഴ്സ് ഏതാ? ഇതിൻ്റെ അകത്ത് എല്ലാവരുടെയും പറഞ്ഞു. ഇപ്പം O എന്ന് പറയുന്ന സാധനം നോ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് ബിക്കോസ് ഫിക്സഡ്. OA 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സ് ആൻഡ് 1 ടോർക്ക്. 2 ഫോഴ്സും 1 ടോർക്കും. ഓക്കെ, ഇനി അടുത്തത് AB ആണെങ്കിലോ 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഇനി ഇതാണെങ്കിലോ ഈ OB എന്ന് പറയുന്ന സംഭവം ആണെങ്കിലോ നാലാമത്തെ ലിങ്ക് ആണെങ്കിലോ 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സ് ആൻഡ് 1 അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ ഇതിനകത്ത് മിനിമം ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ മിനിമം ആയിട്ടുള്ളത് ഏതാണ്? AB. അപ്പം നമ്മൾ ഇനി എന്തെന്ന് എഴുതണം? അടുത്തത് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഇവിടെ നമ്മൾ AB സെലക്ട് ചെയ്തേ. ഇനി അടുത്ത ഫ്രീ ബോഡി ഡയഗ്രാം. ഫ്രീ ബോഡി ഡയഗ്രാം ഇതെന്തോന്ന് ചെയ്യണം? ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുമ്പോൾ ആദ്യം മിനിമം ഉള്ളതിനെ ആദ്യം എടുത്ത് വരയ്ക്കണം. ഇതാണ് മിനിമം ഉള്ളത്. ഇതിനെ ഞാനിങ്ങനെ എടുത്തു. 9 സെൻറ്റിമീറ്റർ ആണല്ലോ അല്ലേ? 9 സെൻറ്റിമീറ്റർ ആയിരുന്നു ഓർമ്മയുണ്ട്. അപ്പോൾ ഇതിനിങ്ങനെ എടുത്തു. ഈ പോയിന്റ് വെച്ചിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9 വരച്ചു. എന്നിട്ട് ബാക്കി ചെറുതായിട്ടൊരു ലൈൻ ഓഫ് ആക്ഷൻ. ഇവിടെ ലൈൻ ഓഫ് ആക്ഷൻ. ഓക്കെ, ഇതായിരുന്നു ആ പോയിന്റ്. ശരി, അപ്പം ഇത് 9. ഇനിയിപ്പം പേരെന്താ? A. ഇതിൻ്റെ പേരെന്താ? B. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫോഴ്സ് എന്നായിരുന്നു? F23. ഇതിൻ്റെ ഫോഴ്സ് എന്നായിരുന്നു? F43. ഇത്ര ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ അടുത്തത് ഈ സൈഡ് കഴിഞ്ഞു. മിനിമം കൺസ്റ്റന്റ് ഫോഴ്സ് റെഫറൻസ് പോലെ എടുത്ത് വരച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ്? ഇനിയിപ്പോൾ അടുത്തത് ഏത്? ടോർക്ക് പോകണോ അപ്ലൈഡ് പോകണോ? അപ്ലൈഡ് ഫോഴ്സിലേക്ക് പോകണം. അപ്പം ഇതാണ് അത്. അപ്പോൾ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം ഫോഴ്സ് ഇല്ലേ, ഫോഴ്സ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു ലൈൻ ഓഫ് ആക്ഷൻ തന്നെയാണല്ലോ, ഈ ഒരു ലൈൻ തന്നെയാണല്ലോ. അപ്പം ഫോഴ്സിന് ഞങ്ങൾ എടുക്കുന്നു. ഫോഴ്സിന് എടുത്തിട്ട് അടുത്തത് ഇതിപ്പോൾ ഇവിടെ കഴിഞ്ഞു. ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ അടുത്ത വരയ്ക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചിങ്ങനെ ഫോഴ്സ് ഇങ്ങനെ വരച്ചു.
അളക്കമൊന്നും വേണ്ട, ഇത് ജസ്റ്റ് ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. F is equal to 20 ന്യൂട്ടൺ എന്ന് പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത് എന്താണെന്ന് ചെയ്യണമെന്ന് അറിയാമോ? ഇതിപ്പോൾ വരച്ച് നമ്മൾ ഇവിടെയല്ലേ നിർത്തിയിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലേക്കല്ലേ. ഇനിയിപ്പോൾ അടുത്തത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ എടുക്കുന്നു, അതായത് എ ബി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് റിഫറൻസ് എടുത്തതിനെ നമ്മളിങ്ങനെ എടുക്കുന്നു. റിഫറൻസ് എടുത്തതിനെ എടുത്തു, നേരെ ഇതിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട് മണ്ടക്കോട്ട് വരച്ചു. അപ്പം ഇതാണ് എന്തോന്ന് F34. ഓക്കെ, F34 ഈ ഒരു സാധനത്തിന്റെ അപ്ലൈഡ് ഫോഴ്സിന്റെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫോഴ്സ് ഉണ്ട്, 34 ഉണ്ട്, 14 ഉണ്ട്. അപ്പോൾ ഞാൻ ഫോഴ്സിനെ എടുത്ത് ഞാൻ വരച്ചു. എന്നിട്ട് ഈ മുട്ടിയിരിക്കുന്ന ഈ ലൈന് പാരലായിട്ട് ഇവിടെ വരച്ചു. അപ്പോൾ ഇതിനെ ഞാൻ എന്തോന്ന് കൊടുത്തു, F34 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനിയിപ്പോൾ F14 കൊടുക്കണം. 14 എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഏതിന്? ഈ ഒരു സംഭവത്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഏതിന് പെർപെൻഡിക്കുലർ? ഇതിനെന്ന് വെച്ചാൽ അതുകൊണ്ട് ഈ ഒരു സംഭവത്തിന്, ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് ഈ കോൺഫിഗറേഷൻ ഡയഗ്രത്തിൽ ഇങ്ങനെ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് എടുത്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ആണെങ്കിലും 90 ഡിഗ്രി വെച്ചിട്ട് എടുത്ത് കാണിക്കുകയും ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു 90 ഡിഗ്രി എടുത്ത് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ ഓഫ് ആക്ഷൻ വേണമെങ്കിൽ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്ത് വെച്ചിരിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൊടുത്ത് വെച്ചിരിക്കുക. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഡയറക്റ്റ് 90 ഡിഗ്രി എടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ എടുത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പം റോളർ വന്നിട്ട് പറഞ്ഞു കുറച്ചിങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിരിക്കുവാണെങ്കിൽ തെറ്റിപ്പോവും. കറക്റ്റ് രണ്ടും റോളിംഗ് സർഫസിൽ തന്നെ നിൽക്കണം. അപ്പോൾ ഇതിങ്ങനെ വെച്ചു, പെർപെൻഡിക്കുലർ, ചുമ്മാ അളവൊന്നുമില്ല. ഇതാണ് എന്തോന്ന് F14. പേര് കൊടുക്കുന്ന മനസ്സിലായില്ലേ? ഇത് ഫോഴ്സ്, ഈ F ആണ്, ഇത് വരച്ചു. പിന്നെ ഇതാണ് ഇത്, അപ്പം പിന്നെ ഇതാണ് ഇത്. എന്നിട്ട് ഈ F ഈ ലിങ്കിനാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ Fന്റെ F ആണ് ആ കൊടുത്തത്. മിച്ചമുള്ളത് ഇങ്ങോട്ട് വരച്ചതാണ്, മണ്ടയ്ക്കുള്ളതാണ് F34, താഴെയുള്ളതാണ് 14. ഇതിനങ്ങനെ കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് മൈൻഡ് വെക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ബേർഡനായിട്ട് തോന്നുവാണെങ്കിൽ ഇതിനങ്ങനെ പഠിച്ചു വെച്ചിരുന്നാലും മതി. F34, F14. ശരി, ഇനിയിപ്പോൾ എന്നാ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു, അപ്ലൈഡ് ഫോഴ്സിൻ്റെയും വരച്ചു. ഇനിയിപ്പോൾ ഡയറക്ഷനും കൂടെ ജസ്റ്റ് കൊടുത്തേക്കാം. ഇതിപ്പം ഇങ്ങോട്ടാണ്, അപ്പോൾ ഇതെല്ലാം ടുവേർഡ്സ് ദ പോയിന്റ് ആക്റ്റീവ് എന്നുള്ള രീതിയിലെല്ലാം ഈ പോയിന്റിന് നേരെ കൊടുക്കുക. ഇത് ഇങ്ങോട്ടാണ്, അപ്പോൾ ഇത് ഇങ്ങോട്ടാണെന്നുള്ള രീതി കൊടുക്കുക, ഇത് ഇങ്ങോട്ടാണെന്നുള്ള രീതി കൊടുക്കുക. ശരി, ഇനിയിപ്പോൾ അടുത്തൊന്ന് വരയ്ക്കണം, വെക്റ്റർ ഡയഗ്രാം വരയ്ക്കണം. വെക്റ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്തോന്ന് മനസ്സിൽ വരണം, ഫോഴ്സ് വേണം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈ ഫോഴ്സ് അറിയാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്തോന്ന് ചെയ്യണം, വെക്റ്റർ ഡയഗ്രാം വരയ്ക്കണം. ശരി, അപ്പം ഞാൻ വെക്റ്റർ ഡയഗ്രാം എന്ന് എഴുതി. വെക്റ്റർ ഡയഗ്രാം സ്കെയിൽ വേണ്ടേ? പറ. 1 സെൻറ്റിമീറ്റർ പറയും. 1 സെൻറ്റിമീറ്റർ എത്ര ന്യൂട്ടനായിട്ട് എടുക്കാം? 10 ന്യൂട്ടനായിട്ട് എടുക്കുകയാണെങ്കിൽ 2 സെൻറ്റിമീറ്റർ. ശരി, 10 ന്യൂട്ടനായിട്ട് എടുക്കാം. അല്ലെങ്കിൽ 5 ന്യൂട്ടനായിട്ട് എടുക്കുകയാണെങ്കിൽ 4 സെൻറ്റിമീറ്റർ വരും. 5 ന്യൂട്ടനായിട്ട് എടുക്കാം അല്ലേ? അപ്പോൾ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാനിതിനിങ്ങനെ എടുത്തു. കറക്റ്റ് വെക്കണം. കറക്റ്റ് വെച്ചിട്ട് അതെങ്ങനെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ശരി, ഇപ്പോൾ 5 ന്യൂട്ടൺ ഇങ്ങനെ വെച്ചു. ഒരു 4 സെൻറ്റിമീറ്റർ അല്ലേ ഇതിനോട്ടെന്ന് പറയുമ്പോൾ 4. ഓക്കെ, ഇതാണ് എന്തോന്ന് ഫോഴ്സ്. ഇങ്ങോട്ടാണ് ഡയറക്ഷൻ, അത് കൊടുത്തു. 4 സെൻറ്റിമീറ്റർ അടുത്താണ് വരച്ചിരിക്കുന്നത്. ഇനി എന്നാ ചെയ്യണം? ബാക്കിയുള്ള 2 ഫോഴ്സിനെയും ജസ്റ്റ് റോൾ ചെയ്യുക, വരയ്ക്കുക. ഏതെങ്കിലും ഒരറ്റം ഈ വരച്ചിരിക്കുന്നതിൽ മുട്ടണം. ഒന്നെങ്കിൽ ഇവിടെ പൊളിച്ച് വെക്കുക, അല്ലെങ്കിൽ ഇവിടെ പൊളിക്കുക. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ചെയ്യുക. അപ്പം ഞാനിപ്പം ഇവിടെ ചെയ്യാം. ഇവിടെ മുട്ടിക്കാം, ഈ ഒരു പോയിന്റ് മുട്ടിക്കുന്ന പോലെ വരയ്ക്കാം. അപ്പോൾ കറക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ ചുമ്മാ കൊടുത്തു. ഇത് വരച്ചതാണ് എന്തോന്ന് F34. അപ്പോൾ F34 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുക. ഇത് F34 ആണെന്നുള്ള രീതി കൊടുത്തേക്കുക. ഇനി അടുത്തത് എന്തോന്നാണ് F14 ഇങ്ങനെ വെച്ചു. അടുത്ത ഒരറ്റം മുട്ടിക്കുക. ഈ ഒരറ്റം വെച്ചിട്ട് മണ്ടക്കോട്ടും താഴോട്ടും വരയ്ക്കുക. അപ്പോൾ എന്തോന്ന് വരും? ഈ ഒരു പോയിന്റ് കിട്ടി. ഇതാണ് എന്തോന്ന് F14. അപ്പം F14 ഇതാണെന്ന് എടുക്കുക, F34 ഇതാണെന്ന് എടുക്കുക.
അപ്പോൾ ഡയറക്ഷൻ ഇത് ഇങ്ങോട്ടാണെങ്കിൽ എല്ലാം ഒരേപോലെ കൊടുക്കുക. ഇത് ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ പോകും. അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ വന്നിട്ട് ഇത് മണ്ടക്കോട്ട് പോകും ഇങ്ങോട്ട്. അപ്പോഴല്ലേ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കത്തുള്ളൂ ഏതെങ്കിലും ഒരു വശത്തേക്ക്. ശരി, ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് ചെയ്തു, ഇതിനെ അളക്കുന്നു. അളക്കാൻ നേരത്തെ എനിക്ക് മെഷർ ചെയ്തപ്പോൾ 4.2 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം F34 എന്ന് പറയുന്നത് എന്തോന്ന് പറഞ്ഞ് കിട്ടി? 4.2 സെൻറ്റിമീറ്റർ. അതിൽ നിർത്താവോ? പാടില്ല. ഇൻറ്റു എന്തോന്ന് ചെയ്യണം? സ്കെയിൽ എടുത്ത് ഇതുമായിട്ട് ചെയ്യണം. അപ്പോൾ ഇൻറ്റു 5 ചെയ്തു. അപ്പം എനിക്ക് എത്ര കിട്ടി? 4.2 ഇൻറ്റു 5 ചെയ്തപ്പം 21 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം എനിക്ക് 21 ന്യൂട്ടൺ. ഇത് 20 ന്യൂട്ടൺ ആണെന്ന് അറിയാം. ശരി, ഇനി അടുത്തത് F14. F14 എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയത് ഒരു 0.85 എന്ന് പറഞ്ഞ് കിട്ടി. 0.85 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ അതിന് ഇൻറ്റു സ്കെയിൽ ചെയ്യണം 5. അപ്പം 0.85 എന്ന് പറഞ്ഞ് ചെയ്യുമ്പം എത്ര കിട്ടും? 4.25 എന്ന് പറഞ്ഞ് കിട്ടും. 4.25 അതാണ് എന്തോന്ന് F14ൻ്റെ ഇത്. ശരി, ഇനി എന്താ ചെയ്യേണ്ടത്? വെക്ടർ ഡയഗ്രാം കഴിഞ്ഞു, അതത്ര കണ്ടുപിടിച്ചു. ഇനി അടുത്തത് ടോർക്ക്. ടോർക്കിൻ്റെ ഏതാ? ഈ വശം. ഈ വശത്തിന് അങ്ങനെ മെഷർ ചെയ്ത് താഴെ കൊണ്ടുവന്ന് വരയ്ക്കുക. ഓക്കെ, ഈ വശം മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരുന്നു? 2 സെൻറ്റിമീറ്റർ ആയിട്ടല്ലേ നമ്മളിത് എടുത്തത് അല്ലേ? അതെ, 2 സെൻറ്റിമീറ്റർ എടുത്ത് ഞാനിപ്പം ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് വരയ്ക്കണം. പാരലിൽ വരയ്ക്കാൻ പോവാം. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യല്. അത് കറക്റ്റായിട്ട് തന്നെ പ്രോപ്പറായിട്ട് വരച്ച് ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ശരി, 2 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. പേര് കൊടുക്കണ്ടേ? പേരെന്നാ? താഴത്തവോ മണ്ടക്കത്തെ എ. മറ്റേ ഇത് കൊടുക്കണ്ടേ? F32, പിന്നെ F12. ഓക്കെ, ഇതിൻ്റെ പേര് കൊടുക്കുക. കൊടുത്തു. ഇനി എന്നാ വേണ്ടേ? നമ്മൾ റിഫറൻസ് പറഞ്ഞൊരു സാധനം എടുത്തില്ലേ? അതിനെല്ലാം നമ്മൾ എല്ലാത്തിനും കൊണ്ടേ വരച്ച് ചെയ്യുന്നേ. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നു, റിഫറൻസ് എഴുതി. ഇതിനെ എന്തോന്ന് ചെയ്യുക? ഈ ടോപ്പിൽ കൊണ്ടുവന്ന് വെച്ച് പാരൽ വരയ്ക്കുന്നു. ചുമ്മാ വരയ്ക്കുന്നു. അതുപോലെ തന്നെ അതിനങ്ങനെ കൊണ്ടുപോയി വെച്ച് അതിൻ്റെ അടുത്ത എൻഡിൽ ഓയിൽ കൊണ്ടുപോയി വെച്ച് പാരൽ വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ പാരൽ ഈ വരച്ച് ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും പോയിട്ട് ഒരു പോയിന്റ് എടുക്കുന്നു. അവിടെ നിന്ന് 90 ഡിഗ്രി മെഷർ ചെയ്യുന്നു. എന്നിട്ട് പെർപെൻഡിക്കുലർ എടുക്കുന്നു. അപ്പോൾ എത്ര കിട്ടി? എത്രയല്ല, ഇതും കൂടെ ജോയിൻ ചെയ്ത് ആണ്. ഇതാണ് എന്തോന്ന്? H. ഇത് എത്ര കിട്ടി? H എന്ന് പറയുന്ന സാധനം എത്ര കിട്ടി? 1.5 അല്ല, 1.5 സെൻറ്റിമീറ്റർ ആണ്. ഞാൻ എപ്പോഴും ഇത് എങ്ങനെ എടുക്കണം? മീറ്ററിൽ എടുക്കണം. മീറ്ററിലാക്കണമെങ്കിൽ ഡിവൈഡ് ബൈ 100. അപ്പം 1, 2. അപ്പം 0.015 മീറ്റർ എന്ന് പറഞ്ഞ് വരുത്തിച്ചു. ശരി, ഇനിയിപ്പം ഡയറക്ഷൻ നോക്കണം. വെക്ടർ ഡയഗ്രാം വെച്ചിട്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ നോക്കുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് ഇത് ഇങ്ങോട്ടാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഇത് ഇങ്ങോട്ട്. അപ്പോൾ ഇത് എങ്ങനെ കറക്കുന്നത്? ഇങ്ങനെ കറങ്ങുമ്പോൾ ഇതെങ്ങനെ പറ്റും? ഇങ്ങനെ കറങ്ങും. അപ്പോൾ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനിയിപ്പം കപ്പിൾ ഈസ് ഈക്വൽ ടു F ഇൻറ്റു H. F എന്ന് പറയുന്നത് F32. ഇവിടെ 34ഉം 14ഉം ഉള്ളത്. 34 അല്ലേ ഇങ്ങനെ വരുന്നത് ഇങ്ങോട്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരത്തില്ല, കാരണം അവിടെ വഴിയില്ല, ഫിക്സഡ് ആണ്. അപ്പോൾ അങ്ങനെയല്ലോ. അപ്പോൾ അത് അങ്ങനെ. അപ്പോൾ 32 ഇൻറ്റു H എന്ന് പറയുന്നത് 0.015. അപ്പോൾ ഇവിടെ എഴുതുക F32 ഇസ് ഈക്വൽ ടു F34 എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് F34ൻ്റെ വാല്യൂ എത്രയാണ്? 21 ന്യൂട്ടൺ ഇൻറ്റു 0.015 മീറ്റർ. ചെയ്യുമ്പോൾ എത്ര വരും? 21 ഇൻറ്റു 0.015 ചെയ്യുമ്പം 0.315 എന്ന് പറഞ്ഞ് വരും. എന്തോന്ന്? ന്യൂട്ടൺ മീറ്റർ. ഇത് ഏത് ഡയറക്ഷനാണ്? കൗണ്ടർ ക്ലോക്ക് വൈസ്. ഇപ്പോൾ ഇതിൻ്റെ ടോർക്ക് എത്രയാണ്? അപ്പം ടോർക്ക് ഇസ് ഈക്വൽ ടു 0.315 ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഈ ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ അറിയത്തില്ല എങ്കിൽ കുഴപ്പമില്ല, ആ ഡയറക്ഷൻ്റെ മാത്രമേ മാർക്ക് പോകത്തുള്ളൂ. ബാക്കിയെല്ലാം കറക്റ്റായിരിക്കും. മില്ലിമീറ്റർ
സെൻറ്റിമീറ്റർ, മീറ്റർ, പിന്നെ കിലോമീറ്റർ. ഓക്കെ, മീറ്ററിന് കിലോമീറ്റർ ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1000. നമ്മളെപ്പോഴും യൂണിറ്റ് കൂട്ടാനാണെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം, അല്ല ഡിവൈഡാണ് ചെയ്യേണ്ടത്. അതേസമയം കുറയ്ക്കാനാണെങ്കിൽ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. കിലോമീറ്റർ ഉള്ള ഒരു സാധനത്തിന് മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ അത് ഇൻറ്റു ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ ഇൻറ്റു 1000. ഓക്കെ, ഇനിയിപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലാക്കണമെങ്കിലോ ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. മീറ്ററിനെ സെൻറ്റിമീറ്ററിലാക്കണമെങ്കിലോ ഇൻറ്റു 100 ചെയ്യണം. മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലാക്കണമെങ്കിലോ എത്ര വരും? ഡിവൈഡഡ് ബൈ 10 ചെയ്യണം. തിരിച്ചാണെങ്കിലോ ഇൻറ്റു 10 ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ കിലോ ന്യൂട്ടൺ ആണേലും ഇതാണേലും. ഇപ്പോൾ സപ്പോസ് ഇവിടെ ഒരു 2 കിലോ ന്യൂട്ടണാണ് തന്നിരിക്കുന്നതെന്ന് ഓർക്കുക. 2 കിലോ ന്യൂട്ടണാണ് തന്നിരുന്നെങ്കിൽ 2 കിലോ ന്യൂട്ടൺ ആണെങ്കിൽ എങ്ങനെ എടുക്കും? 2 കിലോ ന്യൂട്ടൺ ആണ് തന്നിരിക്കുന്നത്, അതിന് ന്യൂട്ടണിലേക്ക് ആക്കണമെങ്കിൽ ഇൻറ്റു 1000. അപ്പം 2 ഇൻറ്റു 1000 എന്ന് പറയുന്നത് എത്ര വരും? 2000 ന്യൂട്ടൺ എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇനി ഒരു ചെറിയ ഇത് ന്യൂട്ടൺ കിലോ ന്യൂട്ടൺ സെൻറ്റിമീറ്റർ 4 കിലോ ന്യൂട്ടൺ സെൻറ്റിമീറ്റർ എന്നാണ് കിടക്കുന്നത്. ഇതിനെ എനിക്ക് ന്യൂട്ടൺ മീറ്ററിലേക്ക് മാറ്റണം. അപ്പം ഏതാണ് നമ്പർ തന്നിരിക്കുന്നത്, ഏത് നമ്പറാണോ തന്നിരിക്കുന്നത് അതിനെ നമ്മൾ ഗുണിച്ചാൽ മതി, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അത് നോക്കാം. അപ്പോൾ 4നെ ഞാൻ പൊത്തിപ്പിടിച്ചു. കിലോ ന്യൂട്ടണിനെ മാത്രം വിചാരിക്കുക. കിലോ ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ ഇതിനെ ന്യൂട്ടണിലേക്കാണ് എനിക്ക് ആക്കേണ്ടത്. ന്യൂട്ടണിലേക്കാണ് ആക്കേണ്ടത്. കിലോ ന്യൂട്ടണിലേക്ക് ആക്കണമെങ്കിൽ ഇൻറ്റു 1000 ചെയ്യണം. ഇൻറ്റു 1000. അപ്പം ഞാൻ ഇൻറ്റു 1000 എഴുതി. ഏത്? ഈ നമ്പറിനെ ഇൻറ്റു 1000. ഓക്കെ, ഈ നമ്പറിനെ എടുത്ത് എഴുതി. കിലോ ന്യൂട്ടണിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു 1000. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണമെങ്കിലോ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഡിവൈഡഡ് ബൈ 100 കൊടുക്കുക. അപ്പോൾ 4 ഇപ്പോൾ എങ്ങനെ വരും? ഇത് 4 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞു വരും. അപ്പം 40 ന്യൂട്ടൺ മീറ്റർ. ഇത്രേ ഉള്ളൂ. ഏതൊരു യൂണിറ്റിനെയും കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു യൂണിറ്റിനെ സെഗ്മെന്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് എന്നാ ചെയ്യണം എന്നുള്ളത് ആലോചിക്കുക. അങ്ങനെ ചെയ്യുക.